ഒരാൾ അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഒരു കാലത്ത് ഗൗസുൽ ആലം തങ്ങളെ വിമർശിച്ച് അവിടുത്തോട് വിരോധം കൊണ്ട് നടന്ന് അവിടുത്തെ വർഗശത്രുവായി കണ്ട മനുഷ്യനാണല്ലോ നിങ്ങൾ. എന്താണ് ഗൗസുൽ ആലം തങ്ങളോട് ഇത്ര വലിയ സ്നേഹം വരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ അവിചാരിതമായി ഞാൻ ഒരു പള്ളിയിലേക്ക് ജുമഅക്ക് കയറുകയാണ്. വെള്ളിയാഴ്ച ദിവസം ജുമഅക്ക് കയറുമ്പോ തിരക്കുള്ള ഒരു പള്ളിയാണ്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയ പള്ളിയാണ്. ആ പള്ളിയിൽ ഞാൻ ആദ്യത്തെ സഫിലേക്ക് കടന്നു ചെന്ന് ഇടം പിടിക്കുന്നുണ്ട്. ഖുതുബ തുടങ്ങിയ സമയത്താണ് എനിക്കൊരിക്കലും തൃപ്തമല്ലാത്ത ഒരു കാഴ്ച ഞാൻ കാണുന്നത്. എനിക്കിഷ്ടമില്ലാത്ത, ഞാൻ വിമർശനത്തിന്റെ കൂരമ്പുകൾ പ്രയോഗിക്കുന്ന ശൈഖ് ജീലാനി തങ്ങളാണ് ഖുതുബയോതുന്നത്. എന്റെ മനസ്സിൽ വെറുപ്പുണ്ട്. പക്ഷേ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് എഴുന്നേറ്റ് പോകാനുള്ള അവസരമില്ല. ആളുകൾ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജുമഅയുടെ സദസ്സിൽ നിന്ന് എങ്ങനെ എനിക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയും? അതുകൊണ്ട് സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. പക്ഷേ അല്പസമയം കഴിയേണ്ട താമസം വല്ലാത്ത മൂത്രശങ്ക കടന്നു വരികയാണ്. മൂത്രമൊഴിക്കാതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ്. അവസാനം ഞാൻ ഈ പള്ളിയിൽ മൂത്രിച്ചു പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. ആളുകൾക്കിടയിൽ വെച്ച് ഞാൻ അപമാനിക്കപ്പെടുമോ, ആളുകളുടെ ഇടയിൽ ഞാൻ വഷളായി പോകുമോ എന്ന ഭയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ മൂത്രശങ്ക കൊണ്ടുള്ള പ്രയാസമുണ്ട്. ആളുകൾക്കിടയിൽ മൂത്രിച്ചു പോയി പ്രയാസപ്പെട്ടു പോകുമോ എന്ന പേടിയുണ്ട്. ആ എന്റെ ഭയാശങ്കക്കിടയിലതാ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങുകയാണ്. ഖുതുബ തീർന്നിട്ടില്ല. ഖുതുബയുടെ ഇടയിൽ ഗൗസുൽ ആലം തങ്ങൾ ഇറങ്ങി വന്ന് അവരുടെ മേൽത്തട്ടം കൊണ്ട്, അവര് ഖുതുബയോതുമ്പോ ധരിച്ച ഷോള് കൊണ്ട് എന്റെ തലയിലേക്കൊന്ന് ഇടേണ്ട താമസം. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോഴേക്ക് ഒരു വിജനമായ സ്ഥലത്താണ് ഞാനുള്ളത്. പള്ളിയുടെ ഒന്നാം സഫിലിരുന്ന് മൂത്രിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരികയാണ്. ഞാൻ നോക്കുമ്പോ തൊട്ടടുത്തൊരു അരുവിയുണ്ട്. ഞാൻ വേഗം മൂത്രമൊഴിച്ചു, അങ്ങ് ശുദ്ധി വരുത്തി. ശേഷം എനിക്ക് പള്ളിയിലെത്തിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കേണ്ട താമസം ഞാനൊന്ന്